കൂട്ടുകാരെ, നിങ്ങൾക്കായിട്ട് സ്വാതന്ത്ര്യദിന ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യദിനത്തിൽ ചോദിക്കാവുന്ന ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ തന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1857. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ ഭാരതം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ക്വസ്റ്റ്യൻ നമ്പർ 5, പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷനെ. ക്വസ്റ്റ്യൻ നമ്പർ 6, 1957 വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭുവായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ നിർമ്മിച്ച നിർമ്മിതിയുടെ പേര് എന്താണ്? ഉത്തരം ടൗൺ ഹാളാണ് അന്ന് നിർമ്മിച്ച നിർമ്മിതി. ക്വസ്റ്റ്യൻ നമ്പർ 8, 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം VD സവർക്കർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ്? ഉത്തരം താമരയും ചപ്പാത്തിയുമാണ് അന്ന് ആ ചിഹ്നമായി കണക്കാക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 10, 1800 അവസാനം കോഴിക്കോട് ആരംഭിച്ച സ്ഥാപനമായ കേരള വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നത് ഇന്ന് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണത്? ഉത്തരം സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജാണ് ആ ഒരു സ്ഥാപനം. ക്വസ്റ്റ്യൻ നമ്പർ 11, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഉത്തരം ഖുദീറാം ബോസാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോൺ ലോറൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 13, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1929 സമ്മേളനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആരെയാണ് ഗാന്ധിജി ഇതിനായിട്ട് ആദ്യം തിരഞ്ഞെടുത്തത്? ഉത്തരം വിനോബ ഭാവെ. ക്വസ്റ്റ്യൻ നമ്പർ 15, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ളയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും വരാതിരിക്കില്ല. നിങ്ങളിത് നന്നായി പഠിച്ച് ക്വിസ് കോമ്പറ്റീഷൻ ഫസ്റ്റ് മേടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.